കാണിച്ചു തരാം എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ. ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി കിടക്കാച്ചി സയൻസ് എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു വാർത്തയാണ് പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം. ഹമാസ് ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകൾ എയ്തുവിടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇസ്രായേലിന്റെ അയൺ ഡോം ഈ മിസൈലുകളെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർത്തിരുന്നു. എങ്ങനെയാണ് ഈ അയൺ ഡോം പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റഡാർ ഡിഫൻസ് സിസ്റ്റം ആണ്. അപ്പൊ നമുക്ക് നേരെ ഓ മൈ ഗോഡ്, മിസൈൽ എസ്കേപ്പ്. അപ്പോൾ നമ്മുടെ റഡാർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു പഴയ സൺഡയറിന്റെ ഡിഷ് എടുത്തിട്ടുണ്ട്. ഈ ഡിഷാണ് നമ്മുടെ റഡാറിന്റെ ഫ്രെയിമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതുപോലൊരു ഡിഷ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മുടെ കമ്പോണൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് വെക്കാനും നമ്മുടെ റഡാറിന് ഒരു ഭംഗി കിട്ടാനുമാണ് നമ്മൾ ഈ ഡിഷ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഡിഷ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊടിയും കാര്യങ്ങളും പെയിന്റ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതാ ഡിഷ് കഴുകി തുടച്ച് വൃത്തിയാക്കി ഇതാ ഒരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കോട്ടോ. ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പണ്ട് പ്രാവും കൂടി വെച്ചോണ്ടിരുന്ന സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഇതാ നമ്മളിപ്പോ എടുത്ത് റഡാറിന് റീയൂസ് ചെയ്യട്ടോ. അപ്പൊ നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഡിഷിലേക്ക് ഇതാ കുറച്ച് അലുമിനിയം പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. ഇനി നമ്മുടെ റഡാറിൽ ഒരു ഡെക്കറേഷന് വേണ്ടി നമ്മളൊരു ക്രോസ് ഇട്ട് കൊടുക്കാൻ പോവാട്ടോ. അപ്പതാ നമ്മുടെ ഡിഷ് നമ്മൾ കഴുകി വൃത്തിയാക്കി പെയിന്റ് ഒക്കെ അടിച്ച് സെന്ററിൽ ഒരു ക്രോസ് ഒക്കെ കൊടുത്ത് നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് കമ്പോണന്റ്, റഡാറിന്റെ ഇലക്ട്രോണിക്സ് കമ്പോണന്റ് ഈ ഡിഷിലേക്ക് എടുത്ത് ഇന്റർഫേസ് ചെയ്യാൻ പോവാണ്. ഈ അൾട്രാസോണിക് സെൻസർ ആയിട്ടോ നമ്മുടെ റഡാറിന്റെ കണ്ണുകളായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. ഈ അൾട്രാസോണിക് സെൻസർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്റർഫേസ് ചെയ്യാൻ പോവല്ല. ഇത് നമ്മളൊരു സെർവോ മോട്ടറിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഇന്റർഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ അൾട്രാസോണിക് സെൻസറിന് ഏകദേശം 80 രൂപയോളം വില വരും. ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. SR04 എന്നാട്ടോ ഈ അൾട്രാസോണിക് സെൻസറിന്റെ പേര് വരുന്നത്. ഇതിന് ഏകദേശം 200 സെന്റിമീറ്ററോളം, അതായത് 2 മീറ്ററോളം സെൻസിബിലിറ്റി ഉണ്ട്. അതായത് അത്രയും ദൂരത്തിലുള്ള ഒബ്ജക്റ്റുകളെ വരെ നമ്മുടെ ഈ അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻസ് ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം സെർവോ മോട്ടർ എല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഡിഷിലേക്ക് അൾട്രാസോണിക് സെൻസർ ഫിക്സ് ചെയ്യാം. നമ്മുടെ അൾട്രാസോണിക് സെൻസർ ഒരു സെർവോ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഇത് കണ്ടില്ലേ, SG19 മൈക്രോ സെർവോ മോട്ടർ ആണ്. ഇതിന്റെ മുകളിലാണ് നമ്മൾ അൾട്രാസോണിക് സെൻസർ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡിഷിലേക്ക് ഈ സെർവോ മോട്ടർ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ അൾട്രാസോണിക് സെൻസർ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അൾട്രാസോണിക് സെൻസർ നമ്മുടെ സെർവോയുടെ മുകളിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കട്ടെ. ഇത് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ചുറ്റുപാടും സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൾട്രാസോണിക് സെൻസർ ഇങ്ങനെ സെർവോയുടെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്തിനാണെന്നും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ വർക്കിംഗ് ടൈമിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെർവോയും അൾട്രാസോണിക് സെൻസറും നമ്മുടെ ആർഡിനോയിലേക്ക് നമ്മൾ ഇന്റർഫേസ് ചെയ്യാൻ പോവാണ്. അടുത്തതായിട്ട് നമ്മുടെ റഡാറിലേക്ക് ഒരു ബസർ നമ്മൾ ഇന്റർഫേസ് ചെയ്യാണ്. റഡാറിന്റെ റേഞ്ചിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ബസർ നമ്മൾ ഇന്റർഫേസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതൊരു റിലേ മൊഡ്യൂൾ ആണ്. ഈ റിലേ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് ബസറും ആർഡിനോയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ പ്രൊജക്റ്റിലെ 2 ടൈപ്പ് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആർഡിനോ IDE ഉപയോഗിച്ചും പ്രോസസിംഗ് IDE ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ളത്. ആർഡിനോ IDE ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിലൂടെ സെർവോ കൺട്രോൾ ചെയ്യുക, ബസർ ഓൺ ആക്കുക, അൾട്രാസോണിക് സെൻസറിന്റെ ഇൻപുട്ട് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പ്രോസസിംഗ് IDEയിലൂടെ ഈ ഇൻപുട്ടുകളെ കാണാൻ പറ്റും. അതായത് ഒരു പച്ച കളറിൽ നമുക്ക് കാണാൻ പറ്റുമോ, അത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റഡാറിന്റെ പണി ഇവിടെ കംപ്ലീറ്റ് ആയിക്കോണേ. ഇലക്ട്രോണിക്സ് കമ്പോണന്റ് നമ്മൾ ഡിഷിലേക്ക് എടുത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ആർഡിനോയിലേക്ക് നമ്മൾ ഈ കമ്പോണൻസ് എല്ലാം എടുത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആർഡിനോ IDEയിലും പ്രോസസിംഗ് IDEയിലും കൂടി ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കട്ടെ. എന്താണ് നമ്മുടെ റഡാർ കാണുന്നത്, ചുറ്റുപാടും എന്താണ് ഒബ്സർവ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇപ്പൊ കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ റഡാർ വർക്ക് ചെയ്യുന്നതെന്നുള്ള കുഞ്ഞു ഡെമോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റഡാറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണേ. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുഞ്ഞ് പ്ലെയിൻ ഉണ്ട്. ഇതൊരു കളിപ്പാട്ടം പ്ലെയിൻ ആട്ടോ. ഇത് നമ്മൾ റഡാറിന്റെ റേഞ്ചിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അതാ നോക്കിക്കോ. ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ.
അടുത്തേക്ക് കൊണ്ടുവരുന്നതോട് ആ ബസർ അടിച്ചിട്ടുള്ള സൗണ്ട് നോക്കി, എന്തൊരു സൗണ്ടാന്ന് നോക്കി. ഞാൻ ഒന്നും കൂടി അതിൻ്റെ അടുത്തായിട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. നമ്മുടെ റഡാറിന്റെ റേഞ്ചിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാണ്. നമ്മുടെ റഡാർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ റഡാറൊക്കെ നമ്മൾ റെഡിയാക്കി. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. നമ്മളിനി ഒരു റോക്കറ്റ് ലോഞ്ചർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതാ എന്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ, ഇതാട്ടോ നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ. ഇത് ചുമ്മാ ഒരു കുപ്പിയാണ്. ആ കുപ്പിയുടെ ചുറ്റും 3 PVC പൈപ്പ് നമ്മൾ ടേപ്പ് ചെയ്തെടുത്തിട്ട് കറുത്ത പെയിന്റ് എല്ലാം അടിച്ച് റെഡിയാക്കി എടുത്തതാണ്. അടുത്തതായിട്ട് നമ്മളിനി റോക്കറ്റ് ലോഞ്ചർ ഒരു സെർവോ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പൊ ഇതാട്ടോ നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിന്റെ ടവർ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലേക്കാണ് നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ വിത്ത് സെർവോ അറ്റാച്ച്മെന്റ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിനെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലാഡറിലേക്ക്, അതായത് നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിന്റെ ടവറിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നേരെ വരാത്ത രീതിയിൽ ആ ഒരു ഡയറക്ഷനിലേക്കാട്ടോ നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ റോക്കറ്റ് ലോഞ്ചർ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേരെ വരാത്ത രീതിയിൽ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് ഈ റോക്കറ്റ് ലോഞ്ചറിന്റെ ഓപ്പണിംഗ് നമ്മൾ വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ റോക്കറ്റ് ലോഞ്ചർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റഡാറിലെ അൾട്രാസോണിക് സെൻസർ സെർവോ മോട്ടറിൽ ഇരുന്ന് ചുറ്റുപാടും സ്കാൻ ചെയ്യാൻ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന്. നമ്മുടെ പ്രോഗ്രാമിന്റെ ലോജിക് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. അതായത് ഈ അൾട്രാസോണിക് സെൻസറിൽ നിന്ന് 50 സെന്റിമീറ്റർ താഴെ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ആയിരിക്കും നമ്മുടെ അൾട്രാസോണിക് സെൻസറിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് 50 സെന്റിമീറ്ററിന് മുകളിലാണ്, അതായത് 60 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു ഒബ്ജക്റ്റ് ഈ അൾട്രാസോണിക് സെൻസറിൽ നിന്ന് ഉള്ളതെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റ് ആയിട്ട് കാണിക്കത്തില്ല. സോ നമുക്ക് 50 സെന്റിമീറ്ററിൽ താഴെ ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റുകളെ മാത്രമാണ് ഈ അൾട്രാസോണിക് സെൻസർ വെച്ച് നമ്മളിപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ലോജിക്ക് നമ്മൾ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനൊരു ഒബ്ജക്റ്റിനെ, അതായത് എന്റെ കൈയാണ് ഇവിടെ ഞാനിപ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ ഈ ഒബ്ജക്റ്റിനെ എന്റെ കൈയെ അൾട്രാസോണിക് സെൻസറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാന്ന് എഴുതിക്കോ. അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് മുകളിലത്തെ റോക്കറ്റ് ലോഞ്ചർ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ? അതായത് ഒരു ഒബ്ജക്റ്റ് എവിടെയാണോ ഉള്ളത് ആ ഒബ്ജക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നേരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിച്ചിട്ടാണോ നമ്മൾ ഈ റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ടുള്ളത്. ഈ റോക്കറ്റ് ലോഞ്ചറിന്റെ ഉള്ളിൽ നമ്മൾ റോക്കറ്റ് കൂടി വെക്കുന്നുണ്ട്. ആ റോക്കറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതായിട്ട് നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിന്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പോകുന്ന മിസൈൽ എന്ന് പറയുന്നത് ഇത് വിഷുവിനൊക്കെ നമ്മൾ വിടുന്ന വാണാണ്. അത് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ മല്ലു 1100 എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കാണ്. ഈ മിസൈലിന്റെ, അതായത് ഈ വാണത്തിന്റെ അറ്റത്തായിട്ട്, ഈ ഫ്യൂസിന്റെ അറ്റത്തായിട്ട് നമ്മളൊരു നിക്രോം വയർ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിന്റെ 2 അറ്റങ്ങളും തമ്മിൽ ഒരു റിലേയിലേക്ക് നമ്മളിനി കണക്ട് ചെയ്യും. അതിനുശേഷം റിലേ ട്രിഗർ ചെയ്യും. നേരത്തെ ഈ ഫ്യൂസ് ചൂടായിട്ട്, അതായത് നിക്രോം വയറിന്റെ ടെമ്പറേച്ചർ കാരണം ഫ്യൂസ് ചൂടായി കത്തും. അങ്ങനെയാണ് നമ്മുടെ ഈ റോക്കറ്റ് ലോഞ്ച് ആവുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. സോ നമുക്ക് ആദ്യം നമ്മുടെ ഈ മിസൈൽ റോക്കറ്റ് ലോഞ്ചറിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിന്റെ ഉള്ളിലേക്ക് നമ്മുടെ മല്ലു 1100 മിസൈൽ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നിക്രോം വയർ ഉപയോഗിച്ച് പടക്കം പൊട്ടിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ മുമ്പ് ഒരു തണ്ണിമത്തന്റെ ഉള്ളിൽ ഒരുപാട് ഗുണ്ട് വെച്ച് പൊട്ടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഇവിടെ പൊങ്ങി വരും, അത് കണ്ടാൽ മതി. ഇങ്ങനെ ഒരു മിസൈൽ നമ്മുടെ റോക്കറ്റ് ലോഞ്ചറിൽ വെക്കുന്നതുകൊണ്ടാട്ടോ ഈ റോക്കറ്റ് ലോഞ്ചർ നമ്മുടെ നേരെ വെക്കാതെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് നമ്മൾ തുറന്നു വെച്ചത്. അപ്പോൾ നമ്മുടെ പ്രൊജക്ട് ഇവിടെ കംപ്ലീറ്റ് ആയേക്കുവാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഈ പ്രൊജക്ടിന്റെ ലോജിക് എന്താണെന്ന് ഞാൻ കുഞ്ഞിതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സെർവോ മോട്ടറിൽ നമ്മുടെ അൾട്രാസോണിക് സെൻസർ ചുറ്റുപാടും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഈ അൾട്രാസോണിക് സെൻസറിൽ നിന്ന് 50 സെന്റിമീറ്റർ താഴെയാണെങ്കിൽ ഉടനെ റിലേ ഓൺ ആവും. റിലേ ഓൺ ആയതിനു ശേഷം ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബസർ ഓൺ ആവാൻ തുടങ്ങും. അതേസമയം തന്നെ ഈ ഒബ്ജക്റ്റിനെ നമ്മുടെ മുകളിലിരിക്കുന്ന റോക്കറ്റ് ലോഞ്ചറെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ എന്റെ കൈയാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇതാ കണ്ടില്ലേ, ഞാൻ മുമ്പൊന്ന് കാണിച്ചു തന്നിരുന്നു. കുറച്ചുകൂടി ഒന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി കാണിക്കുന്നത്. റോക്കറ്റ് ലോഞ്ചർ ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. അതിന്റെ കൂടെ തന്നെ മുമ്പ് റിലേ ഓണായി ബസർ ഓൺ ആയതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ മിസൈലിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള നിക്രോം വയറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള റിലേ കൂടി ഓൺ ആവും. നിക്രോം വയർ ചുട്ടു പഴുക്കുമ്പോൾ ആ ചൂട് കാരണം നമ്മുടെ മിസൈലിന്റെ ഫ്യൂസ് കത്താൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ മിസൈൽ ലോഞ്ച് ആവും. അപ്പോൾ നമ്മുടെ റഡാർ ഡിഫൻസ് പ്രൊജക്ട് ഇവിടെ കംപ്ലീറ്റ് ആയേക്കോട്ടെ. നമ്മളിത് ഒരു ടോയ് പ്ലെയിനെ നമ്മുടെ റഡാറിന്റെ റേഞ്ചിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ. നമ്മുടെ ഇന്നത്തെ റഡാർ ഡിഫൻസ് സിസ്റ്റം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം. ദിസ് ഈസ് സുഷ്ണൻ ഫ്രം മല്ലു ടെക് സൈനിങ് ഓഫ്.